ഷബാന മാഹി എന്നാണ് വരുന്നത്. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് അൽഫാം മന്തിയാണ്. ചിക്കൻ നന്നായി വരഞ്ഞ് അതിനെ ഒന്ന് നന്നായി ചിക്കൻ മസാല പിടിക്കാൻ വേണ്ടി നന്നായി ഇതിൻ്റെ ഉള്ളിലൊക്കെ മസാല പിടിക്കാൻ വേണ്ടി നന്നായി ഒന്ന് ഇതിലാവശ്യമായ ഉപ്പ്, ചെറുനാരങ്ങ, പിന്നെ ഇത് ഞാൻ മല്ലിയില, പുതിന, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തൈര്, സ്പൈസസ് എല്ലാം കൂടി ഇത് ഗ്രൈൻഡർ ചെയ്ത് വെച്ച ഇതാണിത്. ഈ മസാല ഇതിൽ ചേർത്ത് നന്നായി മാഗ്നേറ്റ് ചെയ്ത് അരമണിക്കൂർ മാറ്റി വെക്കുക. ഇത് മാഗ്നേറ്റ് ചെയ്ത ചിക്കൻ കുക്കറിൽ വെച്ച് 2 വിസിൽ ചെയ്ത് വരുന്നവരെ വേവിച്ച് വെച്ച ചിക്കൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. ഇതിൻ്റെ ഗ്രേവി നമുക്ക് ആവശ്യമുണ്ട്. ചോറ് ഈ ഗ്രേവി ചേർത്തിട്ട് വേണം ഞങ്ങൾ വേവിച്ചെടുക്കാൻ വേണ്ടി. കുറച്ച് ബട്ടർ ചേർക്കുക. ചൂടായി കഴിഞ്ഞാൽ ഈ ചിക്കൻ ഇതിലേക്ക് ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് കുറച്ച് ഓയിൽ ചേർക്കും. ഇത് ചോറ് വെക്കാൻ വേണ്ടിയാണ്. ഞാൻ കുക്കറിൽ വിസിലിട്ടിട്ടാണ് ചോറ് വെക്കുന്നത്. സെല്ല റൈസാണ് ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് നല്ല ജീരകം, പെരുംജീരകം, ഏലക്കായ്, കറുപ്പ, കറാമ്പ്, ഓൾ സ്പൈസസിലേക്ക് ചേർക്കാം. കുരുമുളക്, മുഴുവൻ കുരുമുളക് ചേർത്ത് ഒന്ന് ഉണക്ക നാരങ്ങ, ഇതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് മൂപ്പിച്ചെടുക്കുക. ഉള്ളി അരിഞ്ഞത്, പച്ചമുളക്, ക്യാപ്സിക്കം ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്കൊരു മാജിക് ക്യൂബും ചേർക്കുക. ഒരു മാഗി ക്യൂബ് ചേർത്ത് നന്നായി. ഞാൻ ഇതിനു വേണ്ടി 3 ഗ്ലാസ് സെല്ല റൈസാണ് എടുത്തിട്ടുള്ളത്. ഇത് അരമണിക്കൂർ മുമ്പ് വെള്ളത്തിൽ കഴുകി വെച്ച് വെള്ളത്തിൽ പൊതിർത്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് നേരത്തെ ചിക്കൻ പെരക്കി വെച്ച അതിൻ്റെ ഗ്രേവിയാണ്. അപ്പോൾ ആ വെള്ളത്തിലാണ് ഇത് ഈ ചോറിന് വേവിക്കുന്നത്. അപ്പോൾ 3 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് എന്നതിൽ വെള്ളം ചേർക്കണം. അപ്പോൾ 3.5 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇതിലാവശ്യമുള്ള ഉപ്പ് ചേർക്കുക. ഞാൻ എൻ്റെ രീതിയിലുള്ള ഒരു അൽഫാം മന്തി ഉണ്ടാക്കുന്നത്. ഇത് ഇപ്പോൾ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ കഴുകി വെച്ച സെല്ല റൈസ് അരി ഇതിലേക്ക് ചേർക്കുക. ഇത് കുക്കർ മൂടി 2 വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ചോറ് റെഡി ആയിട്ടുണ്ട്. തവയിൽ ഡീപ് ഫ്രൈ ചെയ്ത ചിക്കൻ ഇതിലേക്ക് മാറ്റി വെക്കും. ഹലോ, കൂളായിട്ട് നിൽക്കുവാണല്ലേ? എല്ലാം എളുപ്പമാണല്ലോ. ഈ റൗണ്ട് ഭയങ്കര സിമ്പിളായി പോയല്ലേ. ആക്ച്വലി സെമി ആകുമ്പോൾ കൂടുതൽ ടഫായി വരേണ്ടതാണ്. പക്ഷേ ഇത് ഭയങ്കര സിമ്പിൾ. നിങ്ങളെ കൂടുതലിട്ട് പരീക്ഷിക്കേണ്ടെന്നാണ് വിചാരിക്കുന്നത്. കാര്യം ടേസ്റ്റാണല്ലോ നമുക്ക് മുഖ്യം. നിങ്ങളതിലൊക്കെ വെറ്ററൻസ് ആണ്. ഈ കാര്യങ്ങളെല്ലാം അറിയുന്ന ആൾക്കാരാണെന്ന് ഉറപ്പാണ്. അപ്പോൾ നല്ല കുറച്ച് റെസിപ്പീസ് കളക്ഷൻ കിട്ടട്ടെ വിചാരിച്ചു നമ്മുടെ പ്രേക്ഷകർക്ക്. അപ്പോൾ ഇതിപ്പോൾ അൽഫാം മന്തി, സ്പൈസസ് കുറച്ച് കൂടുതലായിട്ട് അൽഫാം മന്തി, അൽഫാം അതിൻ്റെ കിട്ടിയിട്ടുണ്ടായില്ല. കുറച്ച് നേരം പെരക്കി വെച്ചിട്ടുള്ളൂ. ആ ഒരു ഇത് അത്രയും കിട്ടിയോന്ന് അറിയില്ല അല്ലേ? അൽഫാം ഇച്ചിരി രാത്രി വെച്ചിട്ടാണ് പിറ്റേന്ന് ചെയ്യാം. അപ്പോൾ ആ സോഫ്റ്റ് ഒന്ന് കുക്കറിൽ ഒന്ന് 2 വിസിലിട്ടപ്പോൾ അപ്പോൾ ബട്ടറിൽ ഞാൻ അതിനെ ചിക്കൻ ചെയ്തെടുത്തത്. അങ്ങനെ ഓയിൽ വയ്ക്കാതെ കുറച്ച് സ്പൈസസ് ഇട്ടിട്ടുള്ളത്. കുറച്ച് വൈറ്റ് അല്ല, ഒരു കളർ ചെയ്ത്. ഇതാണ് കൂടുതലായിട്ട് ഓർഡർ ചെയ്ത പോകുന്നത്. ഈ മന്തിയാണ് പോകുന്നത്. വൈറ്റിനേക്കാൾ കൂടുതൽ ഇഷ്ടം അൽഫാം മന്തിയാണ് ഇഷ്ടം. അപ്പോൾ അതന്നെ ട്രൈ ചെയ്യാൻ വിചാരിച്ചു. നന്നായി. ഇത് പുകയിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇപ്പം മന്തി, അൽഫാം മന്തി റെഡി ആയിട്ടുണ്ട്. ഇത് മൈ ഓൺ റെസിപ്പിയാണ്. അപ്പോൾ ഇത് ഭയങ്കര ഈസി ആയിട്ട് ആക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇവിടെ അൽഫാം മന്തിയാണ്. അൽഫാം മന്തി
അത് ഞാൻ തന്നെ യൂട്യൂബ് ചാനൽ കണ്ട് അപ്പോൾ അത് എൻ്റെതായ ഒരു ഇതിലേക്ക് അതായത് കൊണ്ടുവന്നിട്ട് ഒരുപാട് യൂട്യൂബ് ചാനൽസിൽ ഫുള്ളായിട്ട് പല ടൈപ്പ് ഓഫ് മന്തീസ് കബ്സാസ് അപ്പൊ അതിന്റെ എല്ലാം കണ്ടിട്ട് ഏറ്റവും നല്ലതിന്റെ ഒക്കെ നല്ലതെടുത്ത് അത് ഞങ്ങളുടെ രീതിയിലൊക്കെ ഒന്ന് മാറ്റി അത് മിക്സും ചെയ്യും ഒരു രീതി ഒന്ന് മാറ്റിയിട്ടൊന്ന് പിടിക്കും. അങ്ങനെ ഇത് ഉണ്ടാക്കി കൊടുക്കുന്ന ആളല്ലേ? അപ്പൊ ഏറ്റവും ഡിമാൻഡ് ഉള്ളതെന്നാ പറയുന്നത് ഇപ്പൊ ഈ അതായത് നിങ്ങളുടെ കസ്റ്റമേഴ്സിന് ബിരിയാണിയാണോ ഇഷ്ടം, ഇതാണോ ഇഷ്ടം? ബിരിയാണിയാണ് കൂടുതൽ പോകുന്നത്. ബിരിയാണിയാണോ? ഫാമിലി മെമ്പേഴ്സിന് ഇത് ഉണ്ടാക്കി കൊടുക്കാറുണ്ടോ? അവർക്ക് എന്താണ് ഇഷ്ടം? അവർക്കല്ല എൻ്റെ ഫുഡ് അപ്പം ഫാമിലി മെമ്പേഴ്സ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇതിൽ തന്നെ വന്നത്, ഞാൻ ഇത് ചെയ്യണം വിചാരിച്ചില്ല. എൻ്റെ ഹസ്ബൻഡിൻ്റെ സിസ്റ്റർ മോളുണ്ട്, അപ്പോൾ അവളാണ് പറഞ്ഞത് ഇങ്ങനെ ഫുഡ് തന്നെ വീട്ടിൽ നിന്ന് ചെയ്യുമ്പോൾ എല്ലാവരും പറയും ഭയങ്കര ടേസ്റ്റ്. അപ്പോൾ എന്നെ എല്ലാവരും വിളിക്കുക എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കിക്കൊടുക്കും. അപ്പം അവൾ പറഞ്ഞു നിങ്ങൾ എന്തായാലും അമ്മായി ഒരു ഇത് തുടങ്ങുക. അങ്ങനെ ഞാൻ തുടങ്ങിയതാണ്. 3 വർഷമായിട്ടേ ഉള്ളൂ തുടങ്ങിയിട്ട്. പക്ഷെ നല്ല ഡിമാൻഡാണ്. അപ്പൊ അതിൽ കൂടുതലും പോകുന്നത് ബിരിയാണീസാണ് കൂടുതലായിട്ട് പോകുന്നത്. മന്തി ഓർഡേഴ്സും ഉണ്ട്. മന്തി ഓർഡേഴ്സ്. ഓക്കെ. വീട്ടുകാർക്ക് കൂടുതൽ ഇഷ്ടം ഏതാണ്? ബിരിയാണി? മക്കൾക്ക് മന്തിയാണ് ഇഷ്ടം. യങ് ജനറേഷൻ. അതെ അതെ. എൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടമാണ് മന്തി. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഇവരെല്ലാം ഇത് സ്ഥിരമായി ഉണ്ടാക്കുന്ന ഡിഷാണ്. അപ്പൊ അതിന്റെ ഏറ്റവും ബെസ്റ്റ് വേർഷൻ ആയിരിക്കും ഇന്നിവിടെ വന്നിരിക്കുന്നത്. നല്ല മത്സരമാണ്, കുഴപ്പമില്ല. അൽഫാം മന്തി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു സെർവിങ് ബോളിലേക്ക് മാറ്റാം. ഞങ്ങളുടെ അൽഫാം ചിക്കൻ മന്തി റെഡി ആയിട്ടുണ്ട്. ഇത് ഞങ്ങൾക്കിനി ജഡ്ജസിന് സെർവ് ചെയ്തിട്ട് കൊടുക്കാം.